വ്യാജ അഡ്മിറ്റ് കാർഡുമായി നീറ്റ് പരീക്ഷയ്ക്ക് വിദ്യാർത്ഥി വന്നതിൽ ദുരൂഹതകൾ ഏറെയാണ്. അക്ഷയ സെന്റർ തട്ടിപ്പുകാരി വാട്സപ്പിൽ അയച്ചു തന്ന അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുത്താണ് പരീക്ഷയ്ക്ക് വന്നത് എന്ന് പോലീസ് കസ്റ്റഡിയിലുള്ള പരീക്ഷാർത്ഥി ജിത്തു മൊഴി നൽകിയിട്ടുണ്ടെന്ന് DCRB ഡിവൈഎസ്പി ബിനു വർഗീസ് പറഞ്ഞു. മൊഴിയുടെ അടിസ്ഥാനത്തിൽ അക്ഷയ സെന്ററുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധന നടത്തും. വിദ്യാർത്ഥിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് ഡിവൈഎസ്പി പറഞ്ഞു. ഒരു അക്ഷയ സെന്ററിൽ നിന്ന് അവർ അഡ്മിറ്റ് കാർഡ് എടുക്കുകയും അത് ഈ പയ്യൻ്റെ അമ്മയുടെ മൊബൈലിലേക്ക് അയച്ചു കൊടുത്ത് അവർ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതാണ് നമുക്ക് കിട്ടുന്നത് ഇതുവരെയുള്ള ഇൻഫർമേഷൻ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആ അക്ഷയ സെന്ററുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ വെരിഫൈ ചെയ്താൽ മാത്രമേ ഇത് എങ്ങനെയാണ് സംഭവിച്ചെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത് ആദ്യത്തെ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പയ്യൻ്റെ പേര്, ഇപ്പോഴത്തെ നമ്മൾ ഈ ജിത്തു എന്ന് പറഞ്ഞ പയ്യൻ്റെ പേര്, അതിൻ്റെ സെൽഫ് ഡിക്ലറേഷനിൽ അഭിറാം എന്ന് പറയുന്ന പയ്യൻ്റെ പേര്. പക്ഷേ നമ്മൾ ആ ഹാൾ ടിക്കറ്റ് എടുത്ത് പരിശോധിക്കുമ്പോൾ അത് അഭിറാമിൻ്റെ ഹാൾ ടിക്കറ്റാണ്. ആ അഭിറാമിൻ്റെ ഹാൾ ടിക്കറ്റ് എടുത്താണ് ഈ മാൽ പ്രാക്ടീസ് നടന്നിരിക്കുന്നത്. അപ്പോൾ അത് എവിടെ ചെയ്തു, എങ്ങനെ ചെയ്തു എന്നുള്ളത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട്. അത് കുറച്ചുകൂടെ ഒന്ന് പ്രോഗ്രസ് ചെയ്ത് അന്വേഷിച്ചാൽ മാത്രമേ യഥാർത്ഥ ഒരു പിക്ചർ, ഈ പയ്യൻ എന്തെങ്കിലും റോളുണ്ടോ, അവരുടെ അമ്മയ്ക്ക് എന്തെങ്കിലും റോളുണ്ടോ, അതോ ഈ ഇവർ ആപ്ലിക്കേഷൻ കൊടുത്ത ആ അക്ഷയ സെൻ്ററുമായി ബന്ധപ്പെട്ടാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ പ്രോഗ്രസ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, അത് നമ്മൾ ആലോചിച്ചിട്ട് നമുക്ക് ആദ്യം നമ്മൾ FIR എടുക്കണം. FIR എടുത്തിട്ട് ആ ഫോൺ സീസ് ചെയ്യാം. ബാക്കിയുള്ള തുടർ നടപടികൾ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ജനുവരി ഉണ്ടല്ലോ, അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ബാക്കിയുള്ള നടപടി ചെയ്യും. നീറ്റ് പരീക്ഷയ്ക്ക് വന്ന വിദ്യാർത്ഥിയുടെ അഡ്മിറ്റ് കാർഡിൽ പേരും അഡ്രസ്സും പരീക്ഷാ സെന്ററും അടക്കം വ്യത്യാസമുണ്ടായിരുന്നു. പിന്നീട് പരീക്ഷാ കോർഡിനേറ്ററുടെ പരാതി പ്രകാരം പരീക്ഷാർത്ഥിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരം പാറശാല സ്വദേശി ജിത്തുവാണ് പത്തനംതിട്ട പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ജില്ലാ ആസ്ഥാനത്ത് തൈക്കാവ് ഗവൺമെന്റ് VHSS ആൻഡ് GHSSൽ മാത്രമാണ് നീറ്റ് പരീക്ഷാ കേന്ദ്രമുള്ളത്. ജിത്തു ഇവിടെയാണ് പരീക്ഷ എഴുതാനെത്തിയത്. ഇയാളുടെ കൈവശമുണ്ടായിരുന്ന അഡ്മിറ്റ് കാർഡിൽ പരീക്ഷാ കേന്ദ്രം മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ പത്തനംതിട്ടയാണ്. ഇവിടെ നീറ്റ് പരീക്ഷയ്ക്ക് സെന്ററില്ല. ഇതിനു പുറമെ അഡ്മിറ്റ് കാർഡിന്റെ മുകൾ ഭാഗത്ത് ജിത്തുവിന്റെ പേര്, മാതാവിന്റെ പേര്, ജനന തീയതി തുടങ്ങിയവയാണ് ഉള്ളത്. ഏറ്റവും താഴെയായുള്ള സെൽഫ് ഡിക്ലറേഷൻ ഭാഗത്ത് തിരുവനന്തപുരം മുള്ളുവിള സ്വദേശിയായ വിദ്യാർത്ഥിയുടെ പേരും അഡ്രസ്സുമാണുള്ളത്. ക്ലറിക്കൽ പിഴവാണ് എന്നു കരുതി ജിത്തുവിനെ പരീക്ഷ എഴുതാൻ അനുവദിച്ചിരുന്നു. പരീക്ഷാ സെന്ററും അഡ്മിറ്റ് കാർഡും നമ്പറും സഹിതം സംശയത്തിന് ഇട നൽകിയിരുന്നു. ആളില്ലാതിരുന്ന സീറ്റിൽ ജിത്തുവിനെ പരീക്ഷയ്ക്ക് ഇരുത്തിയതിനൊപ്പം തന്നെ സമാന്തരമായി അഡ്മിറ്റ് കാർഡ് സംബന്ധിച്ച് അന്വേഷണവും നടന്നു. വൈകിട്ട് 3 മണിയോടെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ മഹേഷ് നിർദ്ദേശിച്ചത് അനുസരിച്ച് ജിത്തുവിനെ പരീക്ഷ എഴുതുന്നത് വിലക്കി. തുടർന്ന് പോലീസിന് കൈമാറി. അഡ്മിറ്റ് കാർഡ് വ്യാജമായി നിർമ്മിച്ചുവെന്ന നിഗമനത്തിലാണ് പരീക്ഷാ നടത്തിപ്പുകാരും പോലീസും. വിശദമായി ജിത്തുവിനെ ചോദ്യം ചെയ്തു വരികയാണ്. അതേസമയം തിരുവനന്തപുരം മുള്ളുവിള സ്വദേശിയായ പരീക്ഷാർത്ഥി അവിടെയുള്ള സെന്ററിൽ പരീക്ഷ എഴുതുകയും ചെയ്തു.